നകുലനും ഗംഗയും അല്ലിയും നാഗവല്ലിയും ഒക്കെ മനസ്സിലുണ്ടാകാത്ത മലയാളി ഉണ്ടാകുമോ? മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയ മാടമ്പള്ളി ഏത് മലയാളിയാ മറക്കുക? അതെ, ആ മാടമ്പള്ളി തറവാട്ടിലെ മനോഹരമായ കോറിഡോറുകളും കുളപ്പടവുകളും പപ്പുചേട്ടൻ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടി വരുന്ന ആ നടപ്പാതയും മുറ്റത്തെ മനോഹരമായ ഗാർഡനും ഒക്കെ എങ്ങനെ മറക്കാനാണ്? ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്നുള്ളത് തൃപ്പുണിത്തുറ ഹിൽ പാലസിലാണ്. ഈ പുരാവസ്തു മ്യൂസിയം സന്ദർശിക്കാൻ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ 9 മുതൽ 4 മണി വരെയാണ് പ്രവർത്തിക്കുക. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിന് 10 രൂപയുടെ ടിക്കറ്റും അല്ലാതെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്നതിന് 250 രൂപയുടെ ടിക്കറ്റും എടുക്കേണ്ടതാണ്. വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസും ഇവിടെ ഈടാക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് 10 രൂപയും കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ എന്നിവയ്ക്ക് 30 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 50 രൂപയുമാണ് ഈടാക്കുന്നത്. മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുമാണ്. അങ്ങനെ കാറും പാർക്ക് ചെയ്ത് പടവുകളൊക്കെ കയറി ഞങ്ങൾ ഹിൽ പാലസിന്റെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് വെരിഫിക്കേഷനുള്ള ആളുണ്ടാകും. ആദ്യം തന്നെ ഈ കാണുന്ന ക്ലോക്ക് റൂമിലോട്ട് ചെരുപ്പ് കൊണ്ടുപോയി വെക്കണം. അവിടെ ക്ലോക്ക് റൂമിലേക്ക് പ്രത്യേക ഫീസ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല. ചെരുപ്പ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്കിനി പാലസിലേക്ക് എൻട്രി ചെയ്യാം. ഈ കാണുന്നത് പാലസിന്റെ എക്സിറ്റ് പോയിന്റ് ആണ്. നേരെ ഇവിടെ വരുമ്പോൾ ഇതാണ് എൻട്രി പോയിന്റ് വരുന്നത്. മനസ്സിലെന്നും ഒരു മനോഹരമായ ഓർമ്മയായി തെളിഞ്ഞു കാണുന്ന ഒന്ന് തന്നെയാണ് ഈ പാലസ്. ഓരോ സ്ഥലവും നമുക്ക് പരിചിതമാണ്. മുൻപെപ്പോഴോ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നും. കാരണം മണിച്ചിത്രത്താഴ് അത്ര അഗാധമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ ചിലപ്പോൾ ചില സീനുകൾ നമ്മുടെ മനസ്സിലൊന്ന് മിന്നിമറയും. മറ്റു ചിലപ്പോൾ ചില ഗാനരംഗങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തും. പലപ്പോഴും അതാത് സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ചുണ്ടുകൾ ആ പാട്ടിലെ പല വരികളും അറിയാതെ മൂളിപ്പോകും. അങ്ങനെ ടിക്കറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞ് ഞങ്ങളുടെ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മനോഹരവും അതിവിദഗ്ധവുമായ കൊത്തുപണികളുള്ള ഈ വുഡൻ സ്റ്റെയർകേസ് കയറി ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. 1865 ഈ ഹിൽ പാലസ് പണി കഴിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു ഈ പാലസ്. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ്, പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. ഈ കാണുന്നത് കൊട്ടാരത്തിലെ ക്യാബിനറ്റ് ഹാളാണ്. അതായത് ഇവിടെ വെച്ചിട്ടാണ് രാജസദസ് കൂടാറുള്ളത്. ഇവിടെ നമുക്ക് സെന്ററിലായി രാജാവിന്റെ സിംഹാസനവും വശങ്ങളിലായി മറ്റു പ്രമുഖ വ്യക്തികൾക്കുള്ള ഇരിപ്പിടങ്ങളും കാണാൻ കഴിയും. ഈ ക്യാബിനറ്റ് ഹാളിലെ പ്രധാന ആകർഷണം രാജാവിന്റെ സിംഹാസനം തന്നെയാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കരിവീട്ടിയും വെള്ളിയും ഉപയോഗിച്ചിട്ടാണ്. സിംഹാസനത്തിന് ചുവട്ടിൽ ഫുഡ് റെസ്റ്റ് പോലത്തെ ഒരു സാധനം കൂടെയുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ കരിവീട്ടിയും വെള്ളിയും കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിംഹാസനത്തിന്റെ ഡീറ്റെയിലിംഗ് നോക്കിയേ, എന്ത് പെർഫെക്ഷനോടെയാണ് ഓരോ ഇഞ്ചും പണിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്യാബിനറ്റ് ഹാളിൽ നിന്ന് പുറത്തേക്ക് കടക്കാം. പുറത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും കൊച്ചി രാജകുടുംബത്തെ കുറിച്ചുള്ള പല ഡീറ്റെയിൽസും ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ വായിച്ചാൽ തന്നെ കൊച്ചി രാജകുടുംബത്തെ കുറിച്ചും അന്നത്തെ രാജവാഴ്ചയെ കുറിച്ചും ഉള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെയുള്ള എല്ലാ ലിഖിതങ്ങളും മലയാളത്തിലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അതെ, ഈ കോറിഡോർ ഓർമ്മയുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ കോറിഡോറിലൂടെയല്ലേ അന്ന് അല്ലി അവസാനമായി ഓടി വന്ന് ഈ ജനാലയിലൂടെ എത്തി നോക്കി പുറത്ത് കാറിൽ പോയ സണ്ണിയോട് ബൈ ബൈ പറഞ്ഞത്? അതെ, സ്ഥലം അത് തന്നെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ വെച്ച് പപ്പുചേട്ടനെയും കണ്ടു. ലാസ്റ്റ് സീനിൽ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ്. 1914 ലണ്ടനിലെ എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനിയാണ് ഇത് സ്ഥാപിച്ചത്. ഇരുവശങ്ങളിലെയും വോൾ ടൈലുകളും ഫ്ലോർ ടൈലുകളും ഒക്കെ ശ്രദ്ധിച്ചോ? എന്തു ഭംഗിയാണല്ലേ. സൂക്ഷ്മതയോടെ തന്നെ ഇതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ വുഡൻ വർക്ക്സ് ഒക്കെ നോക്കിയേ, എന്ത് പെർഫെക്ഷനോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ന് ഇന്നുള്ള പോലുള്ള മെഷീനറീസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഏരിയയിലോട്ട് പ്രവേശിക്കുമ്പോൾ
ഫ്ലോർ ടൈലിന്റെ മോഡൽ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഒരു ആനയെ കാണാനാണ്. പണ്ടുകാലത്ത് രാജാവിന്റെ സ്വീകരണ മുറി അലങ്കരിച്ചിരുന്ന തടി കൊണ്ട് തീർത്ത ഒരാന. പക്ഷെ കക്ഷിയുടെ കൊമ്പ് ഒറിജിനൽ ആണ് കേട്ടോ. ആ കണ്ണുകളും സ്കിൻ ഫോൾഡും ഒക്കെ നോക്കിയേ, എത്ര പെർഫെക്ഷനോടെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ 14 1865 പണി കഴിപ്പിച്ച ഈ ഹിൽ പാലസ് 1980 കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നിരിക്കലും 1991 മ്യൂസിയം തുറന്നു പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ ഇവിടെ 11 ഗ്യാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. ഈ മ്യൂസിയത്തിലെ ഗ്യാലറികളിലെ ചുവരുകളിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാണ്. അതിൽ പ്രധാനമായും കൊച്ചി രാജ്യത്തെക്കുറിച്ചും രാജ്യത്തെ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ ഭരണ രീതികളെ കുറിച്ചും മറ്റുമൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജകുടുംബത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ കുറിച്ചും തായ്വഴി സമ്പ്രദായങ്ങളെ കുറിച്ചും പരദേവതകളെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽഡ് ആയി തന്നെ ഈ ചുവരുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജകുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും പേരുവിവരങ്ങളും വളരെ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പരദേവതകളുടെ ചിത്രങ്ങൾക്കൊപ്പം രാജകുടുംബത്തിൽ ഒന്നിലധികം പരദേവതകൾ ഉണ്ടെന്നും ആസ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് പരദേവതകളുടെ എണ്ണങ്ങൾ കൂടി വന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യകാലത്ത് ശിവനും വിഷ്ണുവും മാത്രമായിരുന്നു പരദേവതകൾ. ഈ കാണുന്നത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ ഉപയോഗിച്ചു വന്നിരുന്ന പൂജാമുറിയുടെ സ്ഥാനമാണ്. പൂജാമുറിക്ക് ഭൂമിസ്പർശം വേണമെന്ന് അക്കാലത്ത് രാജകുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നതിനാൽ 2ാം നിലയിലുള്ള ഈ പൂജാമുറിയിലേക്ക് അത്രയും ഉയരത്തിൽ മണ്ണിട്ട് പൊക്കിയാണ് പൂജാമുറി നിർമ്മിച്ചിരുന്നത്. അടിമകിടത്തൽ, അന്നപ്രാശനം, ഉപനയനം, ജാതകർമ്മം തുടങ്ങി രാജകുടുംബാംഗങ്ങളുടെ ജീവിത ശൈലികളും ഇവിടെ പിക്ചറൈസേഷൻ വഴി ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ഗ്യാലറികളിൽ നമുക്ക് രാജാക്കന്മാരുടെ എല്ലാം ഓയിൽ പെയിന്റിങ്ങും കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യ രംഗത്തും കൊച്ചി രാജകുടുംബം അതീവ താല്പര്യമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സാഹിത്യകൃതികൾ കൊച്ചി രാജകുടുംബത്തിൽ നിന്നും ഉടലെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ അവസാന രാജാവായിരുന്ന രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ അക്കാലത്തെ സംസ്കൃത പണ്ഡിതരിൽ പ്രമുഖനായിരുന്നു. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശൃംഗേരി ശങ്കരാചാര്യർ ദർശന കലാനിധി പട്ടം നൽകി ആദരിക്കുകയുണ്ടായി. അക്കാലത്ത് നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളിലും നിന്നുള്ള ത്തിന്റെ ശംഖുലി കൊച്ചിയിലെത്തിയത് തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് ഏറെ വൈകിയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന് 1 പതിറ്റാണ്ടു കഴിഞ്ഞു കൊച്ചിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം ലഭിക്കാൻ. മലബാർ, കൊച്ചിൻ, ട്രാവൻകൂർ റീജിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൊച്ചി രാജ്യത്തെ ഭരണാധികാരികളുടെ പേരും അവർ രാജ്യം ഭരിച്ച നൂറ്റാണ്ടുമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ചുമരിൽ. ദത്തൻ തമ്പുരാൻ മുതൽ രാമവർമ്മ തമ്പുരാൻ വരെയുള്ള ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് വളരെ വ്യക്തവും കൃത്യവുമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിന്റെ ഓരോ ഇടനാഴിയിലേക്ക് കടക്കുമ്പോഴും
പഴയ കേരളത്തിന്റെ രാജകീയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പോലൊരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾക്കൊപ്പം യൂറോപ്യൻ ശൈലിയുടെ സ്വാധീനവും ഇവിടെ കാണാൻ കഴിയും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടെ വിശാലമായ മുറ്റങ്ങൾ, പൂന്തോട്ടങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, രാജകീയ വസ്തുക്കൾ എന്നിവ ചേർന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഹിൽ പാലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്ന രാജകീയ ശേഖരങ്ങളാണ്. കൊച്ചി രാജകുടുംബവുമായി ബന്ധപ്പെട്ട ആഭരണങ്ങൾ, കിരീടങ്ങൾ, രാജകീയ വസ്തുക്കൾ, പുരാവസ്തുക്കൾ, പഴയ രേഖകൾ, ശില്പങ്ങൾ തുടങ്ങി നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ളവ വെറും വിലപിടിപ്പുള്ള വസ്തുക്കൾ മാത്രമല്ല, ഓരോ വസ്തുവിനും പിന്നിൽ കൊച്ചി രാജവംശത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമുണ്ട്. അവയ്ക്കെല്ലാം ഒരു കഥ പറയുവാനുമുണ്ട്. ഇവിടുത്തെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന രാജകുടുംബത്തിന്റെ ജീവിതത്തിന്റെ പല അടയാളങ്ങളുമാണ്. രാജകീയ ചടങ്ങുകൾ, ഭരണകാര്യങ്ങൾ, അതിഥി സൽക്കാരങ്ങൾ തുടങ്ങി നിരവധി സംഭവങ്ങൾക്ക് ഈ കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട്. കാലം മാറി, രാജഭരണം അവസാനിച്ചു. പക്ഷെ ആ കാലത്തിന്റെ ഓർമ്മകൾ ഹിൽ പാലസിൽ ഇന്നും നിലനിൽക്കുന്നു. ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളാണ് ഈ ഗ്യാലറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുരാതന വസ്തുക്കളും രാജകീയ ശേഖരങ്ങളും കലാസൃഷ്ടികളും കാണുമ്പോൾ നമുക്ക് കേരളത്തിന്റെ പഴയ കാലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ അത് നൽകുന്നത് വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. ഇത് അന്നുകാലത്ത് നിർമ്മിച്ച ഒരു കറങ്ങുന്ന കസേരയാണ്, ഒരു അടിപൊളി റിവോൾവിംഗ് ചെയർ. അടുത്തത് ഹിബ്രു ഭാഷയിൽ എഴുതിയ ഒരു തോറയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആട്ടിൻതോലിലാണ്. രാജഭരണകാലത്ത് രാജാക്കന്മാരും മറ്റ് രാജകുടുംബാംഗങ്ങളും സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇവിടെ കാണുന്നത്. സാധാരണ റബ്ബർ കൊണ്ട് നിർമ്മിക്കുന്ന ടയറുകൾക്ക് പകരം ലെതർ കൊണ്ട് നിർമ്മിച്ച ടയറുകളാണ് ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ രൂപത്തിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. രാത്രിയിലെ യാത്രാ സൗകര്യത്തിനായി വാഹനങ്ങൾക്ക് മുൻവശത്ത് റാന്തൽ ഘടിപ്പിച്ചിട്ടുണ്ട്. സഞ്ചരിക്കുന്നയാൾക്ക് പുറംവശം കാണാനായി ഡോറിൽ തന്നെ ഒരു ഗ്ലാസും ഘടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ലെതർ ടയറുകളാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇതേ കണ്ടോ, ലെതർ ആണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, ടയർ അല്ല. ഇതേ ക്ലിയർ ആയിട്ട് കാണാലോ അല്ലെ. അടുത്തതായി കാണുന്നത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളും അതുപോലെ തന്നെ വിളംബരത്തിനായി ഉപയോഗിച്ചിരുന്ന പെരുമ്പറകളുമാണ്. അതുപോലെ തന്നെ അക്കാലത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഇരുമ്പ് കൂടാണ്. അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കാനാണ് ഈ കൂട് ഉപയോഗിച്ചിരുന്നത്. അത്തരം കുറ്റവാളികളെ ഈ കൂട്ടിനുള്ളിൽ അടയ്ക്കുന്നു. അവർ പട്ടിണി കിടന്നും പക്ഷികളുടെ കൊത്തേറ്റും മരണപ്പെടുന്നു. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് പ്രാചീന ചരിത്ര ഗ്യാലറിയിലേക്കാണ്. നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് പല സ്ഥലങ്ങളിലായി നിന്നു ലഭിച്ച വസ്തുക്കളാണ് ഈ ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുരാതന കാലത്ത് മെഷർമെന്റ്സിനായി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളാണ് ഈ ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന വെയിറ്റും മറ്റ് ത്രാശു പോലത്തെ സാധനങ്ങളുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല സൈസിലുള്ള വെയിറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റു പല വസ്തുക്കളുമാണ് ഈ ഗ്യാലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? യെസ്, ഇതൊരു മിഴാവാണ്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ശോഭയും രാജാവിന്റെ വസ്ത്രവിധാനവുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ പാലസിന് ചുറ്റുമായി ഒട്ടനവധി ഔഷധ ചെടികളും വൃക്ഷലതാദികളുമുണ്ട്. നീണ്ടു നീണ്ടു കിടക്കുന്ന കോറിഡോറുകളും അതിനു ചുറ്റുമായുള്ള കെട്ടിട സമുച്ചയങ്ങളും എന്നും തൃപ്പൂണിത്തുറ പാലസിനെ വളരെ മനോഹരമാക്കി തന്നെ നിർത്തുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസുമായി ബന്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളുടെ മിനിയേച്ചർ വെർഷനാണ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെയും ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിന്റെയും വടക്കുംനാഥ ക്ഷേത്രത്തിന്റെയും മിനിയേച്ചറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള മിനിയേച്ചറാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടാൽ തന്നെ അതിന്റെ പെർഫെക്ഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ഈ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അത് വളരെ കൃത്യവും വ്യക്തവുമായി തന്നെ മനസ്സിലാകും. നമ്മുടെ ക്ലോക്ക് റൂം വരുന്നത്, ക്ലോക്ക് റൂമിൽ നിന്ന് ചെരുപ്പും എടുത്ത് നമ്മൾ നേരെ പോകുന്നത് കുളപ്പടവിലേക്കാണ്. ഇതിലെ ഓരോ പടവുകൾ ഇറങ്ങുമ്പോഴും മനസ്സു നിറയെ മണിച്ചിത്രത്താഴിലെ ആ സീൻ തന്നെയായിരുന്നു.
ഈ പടവുകളെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ എത്തിയത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. പടവുകൾ ഇറങ്ങി താഴെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ കണ്ടതാണ് സൈഡിലായി വലിയൊരു പാത്രം എന്ന് തന്നെയാണോ ഇതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും വലിയ പാത്രത്തിന് അണ്ടാവ് എന്ന് പറയാറുണ്ട്. ഇതും കണ്ട് വീണ്ടും പടവുകളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടതുവശത്തായി ഒരു എട്ടുകെട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടേക്ക് നമുക്ക് പിന്നീട് വരാം. ആദ്യം നേരെ കുളത്തിലേക്ക് പോവാം. ഇവിടെ ഈ എട്ടുകെട്ടിന്റെ ഉൾവശത്ത് മഴ വീഴുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഈ ക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായോ? ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി വരവെയാണ് മോഹൻലാലും ശോഭനയും തമ്മിൽ നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി തർക്കമാകുന്നത്. നാഗവല്ലിയുടെ ചിലങ്കയുടെ പഴക്കത്തെ ചൊല്ലിയാണ് ഇരുവരും തർക്കിക്കുന്നത്. ഫാസിലാകട്ടെ അതിമനോഹരമായി തന്നെ ആ ദൃശ്യങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ആ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് വരുന്നത്. നല്ല മഴയായിരുന്നു ഞങ്ങൾ എത്തിയ ദിവസം. ആ ക്ഷേത്രവും കണ്ട് ഞങ്ങൾ വീണ്ടും പടവുകൾ ഇറങ്ങി നേരെ കുളത്തിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കുളത്തിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്തേക്കുകയാണ്. പുറത്തുനിന്ന് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഗ്രില്ല് വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. നല്ല മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും വെള്ളം നിറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങി സൈഡിലേക്ക് വന്നാൽ നമുക്ക് കുളം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ദേ കണ്ടോ, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ് ആ ഓടിന് മുകളിൽ വരെ വെള്ളമായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല മഴയുണ്ട്. അപ്പൊ മഴ കാരണമായിരിക്കും ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചുപോയി നേരത്തെ കണ്ട ആ എട്ടുകെട്ടിലേക്ക് കയറുകയാണ്. പുരാതനമായ കുറെ വസ്തുക്കൾ ഈ എട്ടുകെട്ടിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മഴക്കാലമാണെന്ന് പറഞ്ഞല്ലോ. ഈ അകത്തളത്തിലേക്ക് വീഴുന്ന മഴ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഗുരുകുല വിദ്യാഭ്യാസ മാതൃക, പുരാതനമായ ഭരണികൾ, പലതരത്തിലുള്ള മൺപാനകൾ, ത്രാശുകൾ എന്നിവയാണ്. ഇനി കാണുന്നത് പണ്ടുകാലത്ത് ശർക്കര സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ട് നിർമ്മിച്ച ചക്കര ഭരണിയാണ്. ഇനി നമ്മൾ കയറുന്നത് ഒരു ശില്പശാലയിലേക്കാണ്. വീരക്കല്ലിൽ തീർത്ത പുരാതനമായ പലതരത്തിലുള്ള ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുരാതനമായ ഒട്ടനവധി ശില്പങ്ങളാണ് ഈ ശില്പശാലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച ഹൈന്ദവ ദൈവങ്ങളുടെ ശില്പങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. എല്ലാ ശില്പങ്ങൾക്കുമൊപ്പം അത് എപ്പോഴാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും എന്ത് ശില്പമാണെന്നും ഏത് കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ശില്പശാലയും കണ്ട് പുറത്തേക്കിറങ്ങി ഹിൽ പാലസിനു പിന്നിലെ റോഡിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കണം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാഫുകളുമായിരുന്നു. ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ചില ഭാഗങ്ങൾ കൂടെയുണ്ട്. ഇവിടുത്തെ ആയുധ ശേഖരണങ്ങളും അതുപോലെ തന്നെ ആഭരണ ശേഖരണങ്ങളും ഒക്കെ. ആഭരണ ശേഖരണങ്ങളുടെ കൂട്ടത്തിൽ സ്വർണത്തിൽ തീർത്ത ഒരു കിരീടവുമുണ്ട്. അവിടെയൊന്നും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാവും അവിടെ ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. അതിന് പുറത്തായിട്ട് തന്നെ പോലീസ് സെക്യൂരിറ്റി ഫോഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാൻ പാർക്ക്. മഴയായതുകൊണ്ടാവും അവയെല്ലാം ഷെഡിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. ഞങ്ങൾ വീണ്ടും കൊട്ടാരത്തിനു പിന്നിലെ റോഡിലൂടെ കറങ്ങി മുൻവശത്തേക്ക് എത്താൻ വേണ്ടി നടന്നു തുടങ്ങി. കൊട്ടാരത്തിന് ചുറ്റോടു ചുറ്റായി ഈ ഭൂപ്രകൃതിയെ തട്ടോട് തട്ട് തിരിച്ചുകൊണ്ടുള്ള ഈ റോഡുകൾ വളരെ മനോഹരമാണ്. കൂടെ ഈ മഴയും. ചുറ്റും ഒരു വനത്തിൽ എന്ന പോലെ നിറയെ സസ്യലതാദികളും. എവിടെ നോക്കിയാലും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഗാർഡൻ. നിറയെ പൂക്കളും പക്ഷികളും പക്ഷികളുടെ പാട്ടുകളും ഒക്കെയായി വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. അടുത്തതായി നമ്മൾ കാണുന്നത് ഇവിടെ തീർത്തിരിക്കുന്ന ദിനോസറിന്റെ ഒരു രൂപമാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയേ, എന്ത് പെർഫെക്റ്റ് ആണെന്ന്. ഹിൽ പാലസ് എക്സ്പ്ലോർ ചെയ്യുക എന്നത് തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. അതിന്റെ കൂടെ ഈ മഴയും, അത് ഞങ്ങൾക്ക് കിട്ടിയ ബോണസ് ആണ് കേട്ടോ. അങ്ങനെ മഴയിലൂടെ നടന്ന് ഞങ്ങൾ വീണ്ടും ആ കുളത്തിനു കരയിലെത്തി. കുളത്തിനു കരയിലായിട്ട് തന്നെയാണ് കുട്ടികൾക്കുള്ള പാർക്കും ഒരുക്കിയിരിക്കുന്നത്. പാർക്ക് വൈകുന്നേരം 6 മണി വരെ ഓപ്പൺ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങളും ഒരിക്കലെങ്കിലും തൃപ്പൂണിത്തുറയിലേക്ക് വരിക, ഹിൽ പാലസ് കാണാനെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ. അങ്ങനെ ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസിലോട്ട് എത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി കൂടെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ, ആൻഡ് പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.